Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ ഒരു സ്ലീവ് എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യുന്നത്. ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള സ്ലീവ് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒരു ആൻറ്റി സിൽവർ കളറിലെ കട്ട് ബീഡ്സും അതുപോലെ തന്നെ വൈറ്റ് കളറിലെ പേളുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ബീഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഒരു പാർട്ടി വെയർ സ്ലീവ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ലൈൻസാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ലീവിൻ്റെ എഡ്ജ് പോർഷൻ എവിടെയാണോ അവിടെ നിന്ന് മുകളിലേക്ക് നമ്മളൊരു 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ബോക്സ് പോലെ ആക്കിയെടുക്കുക. ബോക്സ് പോലെ ആക്കിയെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോക്സിനകത്താണ് നമ്മുടെ ഈ ഒരു സ്ലീവ് ഡിസൈൻസ് ഒക്കെ നമുക്ക് വരുന്നത്. അപ്പം മുകളിലത്തെ ലൈനാണ്, ഏറ്റവും ടോപ്പിലെ ലൈനാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ ഈ ഒരു കട്ട് ബീഡ്സ് ഇതുപോലെ ഓരോ ബീഡ്സായിട്ട് നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഫിക്സ് ചെയ്ത് പോവാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ ഫുള്ള് നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സാണ് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഡിസൈൻസൊക്കെ നമുക്ക് താഴേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ തൊട്ട് താഴെ ഒരു ലൈൻ കണ്ടോ, അതൊരു ഞാൻ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വരച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്കെയിലൊരു അളവ് എത്രയാണോ ആവശ്യമുള്ളത് വെച്ചാൽ അത്രയും നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ എന്താ ഇപ്പോൾ മുകളിലത്തെ താഴത്തെ ആ ഒരു ലൈൻ ഞാൻ ആദ്യം വരച്ചിട്ടുള്ള ലൈൻ കണ്ടില്ലേ, ആ ലൈൻ രണ്ട് ഞാൻ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തുള്ള ഗ്യാപ്പുള്ള പോർഷനാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഒരു 3 ബീഡ്സ് എടുത്തിട്ട് ഒരു സൈഡിലേക്കായിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നേരെ അല്ല നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, ഒരു മുകളിൽ നിന്ന് എടുത്തിട്ട് ഒരു സൈഡിലേക്കാണ് നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ ആരി സ്റ്റാൻഡിലാണ് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽസൊക്കെ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രെയിമിൽ അത്യാവശ്യം നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ബീഡ്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മിക്കവരുടെയും സംശയമുണ്ട്, കാരണം ഇത് നമ്മൾ ഫ്രെയിമിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ ഇത് അഴിഞ്ഞു പോകുമ്പോൾ ലൂസായി പോകുമ്പോൾ എന്നുള്ള ഒരു സംശയമുണ്ട്. അങ്ങനെ പോകത്തില്ല. നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരേ ഒരു ഇതിലങ്ങ് പോവല്ല ചെയ്തിരിക്കുന്നത്, നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ആ ലൈനിൻ്റെ താഴെയായിട്ട് ഈ ഒരു ഷേപ്പിൽ ഞാനൊന്ന് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലും നമ്മൾ ബീഡ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സ്കെയിൽ എടുത്തിട്ട് അതിന് തൊട്ട് താഴെയായിട്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ലൈൻ കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ ലൈന് ഫിക്സ് ചെയ്ത് കൊടുത്തില്ല, മുകളിലത്തെ ലൈൻ ചെയ്ത് കൊടുത്തില്ലേ, അതേപോലെ തന്നെ അതും നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു കർവ് ഷേപ്പിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്, നമ്മൾ ബീഡ്സ് യൂസ് ചെയ്തിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ മുകളിലത്തെ ലൈൻ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ താഴെ നമ്മൾ നിറയെ ഒന്ന് ബീഡ്സ് ത്രെഡ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കർവ് ഷേപ്പ് ആദ്യം നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണേ. എത്രയും വീതി, മുകളിലേക്ക് എത്ര വീതി വേണോ അത്രയും വീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ചെറിയ ഒത്തിരി എന്താ പറയുക, വീതിയിൽ വേണ്ടാത്ത ആൾക്കാർക്ക് ചെറിയ ഒരു ലൈൻ വരച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഇഞ്ച്, ഒരു 3.5 ഇഞ്ചൊക്കെ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള കർവും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ താഴത്തെ ലൈന് നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെയാണ് വരുന്നത്. മുകളിൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സെൻറ്റർ പോർഷൻ ചരിച്ച് നമ്മൾ കൊടുത്തു, പിന്നെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുത്തു. അതിന് തൊട്ട് താഴെ നമ്മൾ ലൈൻ ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ വീണ്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ വീണ്ടും കർവ് ഷേപ്പ്, അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഒരു ലൈൻ ആദ്യത്തെ പോലെ തന്നെ. ഇനി താഴെ ഏറ്റവും താഴത്തെ പോർഷൻ വരുമ്പോഴും നമ്മൾ അവിടെ ആ ഒരു കർവ് ഷേപ്പിൻ്റെ ഓരോ കോർണർ ഭാഗത്ത് വരുമ്പോഴും നമ്മൾ ഓരോ വൈറ്റ് ബീഡൊന്ന് ഫിക്സ് ചെയ്ത് അത്യാവശ്യം നല്ല ലോക്കിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഓരോന്നിൻ്റെയും താഴെ നമ്മൾ ചെയ്ത് കൊടുക്കുക. മുകളിലൊന്നും നമ്മൾ ചെയ്യണില്ല, താഴത്തെ ആ ഒരു പോർഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. മുകളിൽ എങ്ങനെ ചെയ്തോ അതേപോലത്തെ തന്നെ ആ ലൈനും ആ സെൻറ്ററിലെ ആ ഗ്യാപ്പും ഞാൻ ഏറ്റവും എൻഡിങ് പോർഷനിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു സ്ലീവ് ഡിസൈൻ നമുക്ക് വരുന്നത്.
അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സൽവാർ സെറ്റിൻ്റെ സ്ലീവ് ഡിസൈനാണിത്. ഇതിൻ്റെ നെക്ക് ഡിസൈൻ വന്നിട്ട് ഞാൻ അച്ചൂസ് ഡിസൈൻ ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വർക്കായിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് മിസ് ചെയ്യാതെ അത് കാണുക. ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ എന്താ പറയുക, നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്